എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിന് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിന് ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യം എന്താണ്? 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ട് കളയുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളത് വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തോ വിട്ട് കളയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ പിന്നെയും ലൈഫിലോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഫാമിലിയുടെ ഒരു കാർഡാണ്. തകർന്നു പോയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫാമിലി തിരിച്ചു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഉറപ്പായിട്ട് ഇതിനൊരു പോസിറ്റീവ് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളതിനൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിന് എന്ത് അഡ്വൈസാണ് ഇന്ന് അവർക്ക് കൊടുക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്ത് കാര്യമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്? 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അർഹിച്ച കാര്യം തന്നെയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അർഹിക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നൽകാത്ത, നിങ്ങൾക്ക് അർഹിച്ച സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹിച്ച ആ ഒരു ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിൽക്കേണ്ട എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ആവേശം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ചില നെഗറ്റീവ് തോട്ട്സും ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ആവേശമൊക്കെ നല്ലതാണ്. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ട് മാത്രം വളരെയധികം മനസ്സ് കാമായിട്ട് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോഴാണ് ക്ലാരിറ്റി വരുന്നത്. വേണ്ടതാണോ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റണം.